നമസ്കാരം. സാമുവൽ സാറുമായി ഇന്ന് ഞാൻ ഒത്തുകൂടുകയാണ്. പണ്ഡിതനും ചിത്രകാരനുമായ അദ്ദേഹം പല വിലപ്പെട്ട വിവരങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, എന്താണ് സനാതന ധർമ്മം? എന്താണ് സനാതനം? ഇവിടെ കൊട്ടിഘോഷിക്കുന്ന ഒരു വാക്കാണ് സനാതന ധർമ്മം. അതെന്താണെന്നാണ് സാറ് ഇന്ന് നമ്മളോട് പറയുന്നത്. നമസ്കാരം. ബഹുമാനപ്പെട്ട പതാലി തമ്പി സാറ് ഇന്നിപ്പോ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ്. സനാതനത്തിന്റെ അർത്ഥം നോക്കണമെങ്കിൽ ഡിക്ഷണറി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. പുരാതനം എന്നാണ് അർത്ഥം. സന എന്നുള്ള പദത്തിന്റെ അർത്ഥം നിത്യമെന്നാണ്. നിത്യമായത്, നാശമില്ലാത്തത്, പരമ്പരാഗതമായത് എന്നൊക്കെയാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പുരാതനമായ ആചാരം, പരമ്പരാഗതമായ ധർമ്മം എന്നൊക്കെ അർത്ഥമുള്ളൂ. അവിടെ ഈ അർത്ഥം കൊടുത്തിരിക്കുന്നതിൽ, അതായത് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥത്തിൽ മതത്തെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. സനാതനം എന്ന് പറഞ്ഞാൽ പുരാതനമാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും എല്ലാ സംസ്കാരങ്ങൾക്കും പൗരാണികമായ ആചാരമുണ്ട്, പൗരാണികമായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവയെല്ലാം മതമായിട്ട് ബാധിക്കുന്നതല്ല. ധാരാളം സംസ്കാരങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ. ചൈനീസ് സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, നമ്മുടെ നാട്ടിലെ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം, ഇങ്ങനെ പറഞ്ഞ ധാരാളം സംസ്കാരങ്ങളുണ്ട്. യഹൂദ സംസ്കാരം. അപ്പൊ ഇവർക്കെല്ലാം ആദ്യം മുതൽ അതിപുരാതന കാലം മുതലുള്ള സംസ്കാരത്തെ എല്ലാം അവരുടെ സനാതനത്വമാണത്. അങ്ങനെയാണെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഞങ്ങൾ മാത്രമാണ് സനാതനമെന്ന് ഒരു മതക്കാരും അവകാശപ്പെടാൻ സാധ്യമല്ല. ക്രിസ്ത്യാനികൾ പോലും സാധ്യമല്ല. ക്രിസ്ത്യാനികളുടെ മതം എന്ന് പറയുന്നത് യഹൂദന്മാരിൽ തുടങ്ങുന്നതാണ്. അപ്പൊ ആ സനാതനത്തെ കുറിച്ച് എടുത്തു പറയേണ്ടതായി വരും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് വലിയ കോളടക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സനാതനർ എന്ന് പറഞ്ഞാൽ ഒരു മതക്കാർ മാത്രമാണെന്ന് പറയുന്നു. അതിന് അവർ അവകാശപ്പെടാൻ കാരണം സനാതനൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവാണെന്നൊക്കെ അർത്ഥം പറയും. യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്കുള്ള സനാതനം മാത്രമാണ് ഇന്ത്യക്കാർ പറയുമെങ്കിൽ, ഇന്ത്യയിലുണ്ടായിരുന്ന ജനത ഇന്ന് ഹിന്ദുക്കളെന്ന് പറയുന്നവരല്ല. ഇന്നത്തെ ക്രിസ്ത്യാനികളുമല്ല, ഇന്നത്തെ മുസ്ലിങ്ങളുമല്ല. പണ്ടത്തെ ജനതയാണ്, ആദ്യകാലം ഉണ്ടായിരുന്ന ജനതയാണ് സന എന്ന് പറയുന്നത്. അതാരായിരുന്നു എന്ന് പരിശോധിച്ചാൽ ഈ രാജ്യത്തുണ്ടായിരുന്ന ഇവിടുത്തെ ആർഷ സംസ്കാരം എന്ന് പറയാം. ആർഷ സംസ്കാരം എന്ന് പറയുമ്പോഴും ഋഷിമാരുടെ സംസ്കാരമാണ്. ഋഷിമാരെന്ന് പറയുന്നവരെല്ലാവരും ഹിന്ദുക്കളായിരുന്നു എന്ന് പറഞ്ഞു. മഹർഷിമാരെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാകണമെന്ന് അർത്ഥമൊന്നുമില്ല. ഹിന്ദുക്കളല്ലാത്ത മഹർഷിമാരും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞോ ഏതെങ്കിലും ഒരു മതത്തിന് അവകാശപ്പെടാവുന്നതല്ല സനാതനത്വം. യഹൂദന്മാരുടെ ആദ്യകാല ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ സംസ്കാരവും എല്ലാം സനാതനമാണ്. അത് യഹൂദന്മാരുടേതാണ്. ഇന്ത്യയിലുള്ള സനാതനം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ആണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആദ്യകാലത്ത് ഇവിടെ ഹിന്ദുക്കളില്ലായിരുന്നു. ഹിന്ദു എന്നൊരു വിഭാഗമേ രാജ്യത്തില്ലായിരുന്നു. ഹിന്ദു എന്നുള്ള പദം തന്നെ നമ്മുടെ ഭാഷയിലില്ലായിരുന്നു. ഹിന്ദു എന്നുള്ള പദം ആദ്യമായിട്ട് ഭാഷയിൽ പ്രയോഗിക്കുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. ഒരു താന്ത്രിക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതിയ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അപ്പോ ഹിന്ദു എന്ന പദം മതത്തിന്റെ പേരായിട്ടല്ല ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സിന്ധു എന്നുള്ള പദത്തിൽ നിന്നാണ്. ആ പദത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഹിന്ദു എന്ന പദം ഒരു മതത്തിന്റെ പേരായിട്ട് ഒരിക്കലും പ്രയോഗിച്ചിരുന്നില്ല മുമ്പ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ
ഹിന്ദു എന്ന പദം മതത്തിന്റെ പേരായിട്ട് വരുന്നുണ്ട്. അത് വൈദിക ധർമ്മക്കാര് അവരുടെ മതമാണ് ഹിന്ദുമതമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരാണ് ആ പേര് കൊടുത്തത്. അത് എന്തിന് അവരെ പേര് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലനിൽപ്പിന് ആ ഹിന്ദു എന്നുള്ള പേര് സ്വീകരിച്ച് മതിയാവൂ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അവിടെ സനാതനമില്ല, അവിടെ ഹൈന്ദവ സനാതനത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരുപക്ഷെ സനാതനം എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ വൈദിക ധർമ്മം, അത് മതമല്ല, ഒരു വിശ്വാസമാണ്. വൈദിക വിശ്വാസികളുടെ സനാതനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കും, അല്ലാതെ ഹൈന്ദവ സനാതനം എന്ന് പറഞ്ഞ് എടുത്തു പറയാൻ സാധ്യമല്ല. ക്രൈസ്തവ സനാതനം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ അവകാശം മുഴക്കാൻ സാധ്യമല്ല. മുസ്ലിം സനാതനം എന്നും പറഞ്ഞു ഹിന്ദുക്കളുടെ മാത്രം, അല്ലെ ഒരു മതത്തിന്റെ മാത്രമേ സനാതനം ഉള്ളൂ ഇന്ത്യയിലെന്ന് പറയാനും സാധ്യമല്ല. കാരണം ആദ്യ സംസ്കാരം ഹൈന്ദവമല്ല ഇന്ത്യയിലെ. ഇന്ത്യക്ക് ആദ്യ സംസ്കാരം, പ്രഥമ സംസ്കാരം ഹൈന്ദവമല്ല, ഒരിക്കലുമല്ല. പിന്നീടാണ് ഹൈന്ദവം വരുന്നത്. എങ്കിൽ ആ പുരാതനത്വം ആ വിഭാഗത്തിന് ഇല്ലാതെ പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സനാതനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമൂഹം ആരാണ്? കേരളത്തിലെ ഹിന്ദുക്കളല്ല. ആര്യന്മാരിവിടെ കടന്നു വരുന്നത് 5-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് മുതൽ അല്പാൽപമായിട്ട് വന്ന് 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ടോടുകൂടി ഈ രാജ്യം ഒരു പടവെട്ടി പിടിച്ച് 8-ാം നൂറ്റാണ്ടോടുകൂടി ആധിപത്യം സ്ഥാപിച്ചു. 9-ൽ അവര് ഇവിടുത്തെ ഭരണാധികാരം പിടിച്ചെടുക്കുകയാണ്. പക്ഷെ അതില് സനാതനത്വമൊന്നുമില്ല. അവർ 5-ാം നൂറ്റാണ്ട്, AD 5-ാം നൂറ്റാണ്ട് മുതലാണ്. അതിനും അപ്പുറം BC മുതലുള്ള കാലഘട്ടത്തിലൊന്നും ഇവിടെ കേരളത്തില് ഒരു പ്രത്യേക മതമായിട്ട് ഹിന്ദു മതമോ ക്രിസ്തു മതമോ ഒന്നും അവകാശപ്പെടാൻ സാധ്യമല്ല. ഒരു മതക്കാരനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് സനാതനർ എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. ഒരുപക്ഷെ അങ്ങനെ അവകാശപ്പെടുമെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ കേരളത്തിന്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അത് കേരളം എന്ന് പറയുന്നത് ആദ്യം മലപ്രദേശമായിരുന്നു, കടൽ ചേർന്ന് കിടന്ന മലപ്രദേശം. ആ കടലിൽ മാറി കരയായിട്ട് തെളിഞ്ഞ സമതലങ്ങൾ ഇവിടുണ്ട്. ആ സമതലങ്ങളിലേക്ക് മലവാസികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ ഇറങ്ങി താമസിക്കുമായിരുന്നു. അങ്ങനെയാണ് മലയാളം എന്നതിന് പേരുണ്ടായത്. ഒരു പക്ഷേ നമ്മൾ സനാതനം എന്ന് പറയുമ്പോൾ അവിടെ മുതൽ ആരംഭിക്കേണ്ടി വരും. ആ സമയത്തൊന്നും ഇവിടെ ഹിന്ദുക്കളില്ല. അങ്ങനെ മലയാളികൾ താമസിച്ച ആ പ്രദേശത്ത് ഉള്ള ആളുകളെ ആദ്യമൊക്കെ നാഗന്മാരെന്ന് വിളിച്ചു. നാഗരം എന്നുള്ളതിന്റെ അർത്ഥം ഡിക്ഷണറി എഴുതിയിരിക്കാൻ അക എന്നാണ്. അക എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം. ഉയർന്ന പ്രദേശത്തല്ലാത്ത സമതലത്തിൽ വാസിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് നാഗന്മാരെന്ന് വിളിച്ചത്. എന്നാൽ പിന്നീട് ആ വിഭാഗത്തെ ചേറിൽ പണിയെടുക്കുന്നവരെന്നുള്ള അർത്ഥത്തിൽ ചെറുമരെന്ന് വിളിച്ചു എന്ന് ഡോക്ടർ ഗോപിനാഥ് എഴുതിയ പുസ്തകത്തിൽ, ഗോത്രവർഗങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ചേറിൽ പണിയെടുക്കുന്നവരെന്നുള്ള അർത്ഥത്തിൽ ചെറുമരെന്നാണ് അവരെ വിളിച്ചത്. തമിഴ്നാട്ടില് 3 ചേര, ചോള, പാണ്ഡ്യ എന്നുള്ള വിഭാഗം വരുന്നുണ്ട്. ആ സമയത്ത് ചെറുമര് താമസിച്ചിരുന്ന ദേശത്തിനാണ് ചേര രാജ്യമെന്ന് പേര് കൊടുത്തത്. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ചേര രാജ്യം എന്ന് പേരുണ്ടായത്, ചേരമരെന്ന് പേരുണ്ടായത്. ഇവിടുത്തെ ആളുകള് ആര്യന്മാരിവിടെ വരുന്ന സമയത്ത് പോലും ഇവിടെ ഒരൊറ്റ സമൂഹമുള്ളൂ, ചേരം, അല്ലെങ്കിൽ കേരളീയർ, മലയാളികൾ എന്നുള്ള ഒരൊറ്റ സമൂഹം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്കാണ് ആര്യന്മാർ കടന്നു വന്നത്. ആ കടന്നു വന്ന ആര്യന്മാർക്ക് സനാതനത്വം അവകാശപ്പെടാൻ സാധ്യമല്ല. ഒരുപക്ഷെ സനാതനം ഉണ്ടെങ്കിൽ ഇവിടെ ആദ്യകാലം മുതൽ അധിവസിച്ചിരുന്ന ഇവിടത്തെ ആളുകൾക്കാണ് സനാതനം അവകാശപ്പെടാനുള്ളത്.
അവരുടേതാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവനും. ഇവിടെ ഇന്ന് കേരളത്തിൽ കാണുന്ന സകല ക്ഷേത്രങ്ങളും അതിൽ ഒരു ക്ഷേത്രം പോലും ആര്യന്മാർക്ക് അവകാശപ്പെടാവുന്ന ക്ഷേത്രങ്ങളല്ല. ഇവിടുത്തെ ആദിമ നിവാസികളുടെ ക്ഷേത്രങ്ങളാണ്. അത് കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ അതിന്റെ പേരുണ്ട്, സനാതനം അങ്ങ് പറ. സനാതനം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എഴുതിയ പുസ്തകത്തിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ എഴുതിയ പുസ്തകത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന രേഖകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്ഷേത്രം പോലും ആര്യന്മാരുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമല്ലായിരുന്നു. ഇത് ഞാൻ സ്വന്തമായിട്ട് പറയുന്ന അഭിപ്രായമല്ല, പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. എഴുതിയിട്ടുള്ളത് തന്നെയല്ല, ആ അവകാശം ഈ കേരളത്തിന്റെ അവകാശികൾ ആര്യന്മാരല്ല എന്ന് കാണിക്കുന്ന ധാരാളം രേഖകൾ അതിന്റെ ഈ ഫോട്ടോ കോപ്പി എടുത്തതെല്ലാം പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോ അമ്പലങ്ങൾ അവരുടേതായി. ഈ അമ്പലങ്ങൾ നമ്മൾ പരിശോധിച്ച ഈ വിഷയം നമ്മൾ മുൻപ് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഈ ചെപ്പേടുകൾ എന്ന വിഷയം പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സനാതനം ധർമ്മം എന്ന വിഷയത്തെ തന്നെ ഊന്നി സംസാരിക്കുക. ക്ഷേത്രങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അത് ആര്യന്മാരുടെ അല്ലെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സനാതനം എന്നുള്ളതിന്റെ പദത്തിന്റെ അർത്ഥം അല്ല, അത് പറഞ്ഞല്ലോ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അമ്പലം ആരംഭിച്ചത് ഇവിടത്തെ ഇന്ന് ഹൈദർ എന്ന് പറയുന്നവരല്ല, മറ്റുള്ളവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആദ്യം തൊപ്പിക്കല്ല്, പിന്നെ കുരിയാല, പിന്നെ കാവുകള്, പിന്നെ മുക്കാർവട്ടങ്ങള്, പിന്നാണ് അമ്പലം ഉണ്ടായത്. അത് ഇവിടുത്തെ ഇന്നത്തെ ഹിന്ദുക്കളുടെ അവകാശത്തിൽ പെടുന്നതല്ല എന്ന് പറയാൻ പറഞ്ഞതാണ്, ആ ചരിത്രം പറയാൻ പറഞ്ഞതല്ല. അതുപോലെ തന്നെ ഭാഷ എടുത്തു പരിശോധിച്ചാല് അതിലും സനാതനത്വം ആർക്കും ഇവിടെ അവകാശപ്പെടാൻ ഇന്ന് സാധ്യമല്ല. സംസ്കൃതമോ തമിഴാണെങ്കിൽ ആദ്യത്തെ ഭാഷ അതാണ്, സംസ്കൃതമല്ല. സംസ്കൃതം പിന്നെ തമിഴും കൂടെ കലർന്നാണ് മലയാളം ഉണ്ടായത്. അപ്പൊ ഭാഷാപരമായിട്ട് പോലും പുരാതനത്വം അവകാശപ്പെടാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് സനാതനത്വം ഒരു വിഭാഗത്തിന്റെ മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നത് ശരിയല്ല. അതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ ഒന്നിലും ഒരു പുരാതനത്വം പറയാനില്ല. ആദിമ പുസ്തകങ്ങളൊന്നും ഗ്രന്ഥങ്ങളൊന്നും ഹിന്ദുക്കളുടെ അവകാശം പറയാൻ പാടില്ല, ക്രിസ്ത്യാനിക്കും അവകാശം പറയാൻ പാടില്ല, മുസ്ലിമിനും അവകാശം പറയാൻ പാടില്ല. അപ്പൊ സനാതനത്വം ഉണ്ട് എന്ന് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം മുതലുള്ള സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിമ നിവാസികളായ മലയാളികളാണ്. അവരുടെ സനാതനത്വമാണ് പറയേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മോഹൻജദാരോ ആൽപ്പുഴയുള്ള അതിന് മുമ്പുണ്ടായിരുന്ന സംസ്കാരം അവിടെ മുതൽ തുടങ്ങുമ്പോഴാണ് സനാതനത്വം ആരുടേതാണെന്ന് മനസ്സിലാവുക. ഇന്ന് 18ാം നൂറ്റാണ്ട് 1817 ശേഷം ഹിന്ദു എന്ന പേര് മതത്തിന് സ്വീകരിച്ച സമൂഹത്തിന് സനാതനം അവകാശപ്പെടാൻ യാതൊരു കാരണവും ഇല്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സനാതനധർമ്മം എന്ന വിഷയത്തെപ്പറ്റി ബഹുമാന്യനായ സാറ് വളരെ വിശദമായി നമ്മളോട് പറയുകയുണ്ടായി. മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.